ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളടുത്ത് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എഴുന്നേക്കാൻ. കാരണം പൊതുവെ ലേറ്റ് ആവും കേട്ടോ എഴുന്നേക്കാൻ. രാവിലെ എഴുന്നേറ്റ് രണ്ടാമത് കിടക്കുന്ന കേട്ടോ, മക്കൾ സ്കൂളിൽ പോയതിന് ശേഷം രണ്ടാമത് കിടക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും എഴുന്നേക്കാൻ. എഴുന്നേറ്റ് ചായ എല്ലാം കുടിച്ചു, കുളിയെല്ലാം കഴിഞ്ഞു, വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ തൊട്ട വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ആൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പം ആളെ അടുത്താണ് മിക്ക ഡ്രസ്സും. അവളോ അല്ലെ എൻ്റെ മൂത്ത സിസ്റ്ററുണ്ട്, അവളുടെ കൂട്ടുകാരിയോ ആണ് എനിക്ക് ഡിസൈൻ ചെയ്ത് തരാറ്. അപ്പോൾ ഈ 14-ാം തീയതി എന്ന് വെച്ചാൽ മറ്റന്നാളല്ലേ, 14 ആണെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റന്നാൾ ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആണല്ലോ. വാലൻറ്റൈൻസ് ഡേ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരിക കണ്ണനും രാധയാണ്. എല്ലാ വാലൻറ്റൈൻസ് ഡേക്കും ഞാൻ അവിടെ പോകാറുണ്ട് കേട്ടോ. ഗുരുവായൂർ പോയിട്ട് കണ്ണനിന്ന് കാണാറുണ്ട്. അതെന്തോ ഒരു മനസ്സിനൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പ്രണയവും വിരഹവും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണല്ലോ. ഇനി മേ ബി അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ പ്രാവശ്യവും ഗുരുവായൂർ പോകുമ്പോൾ പുതിയ ഡ്രസ്സ് മേടിച്ചിട്ടിട്ടേ പോവുള്ളൂ. പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഗുരുവായൂർ അങ്ങനെ പോകാറില്ല. ആദ്യമൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് എത്തിയതിന് ശേഷം മാസത്തിലൊരിക്കൽ ഞാൻ ഗുരുവായൂർ പോവും. അതേപോലെ അത് ഒരു ആഘോഷം പോലെയാണ് ഞാനും അരുണും പോവാറ്. എന്താ വെച്ചാൽ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾക്കൊരു ആഘോഷമാണ് അത് സംഭവം. അതേപോലെ അവനും കഴിയുന്നതും പുതിയ ഷർട്ടോ ജീനോ എന്തെങ്കിലും മേടിക്കും. അതേപോലെ ഞങ്ങളെ കൂടെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും ഞങ്ങൾ പുതിയതൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ആഘോഷം പോലെ ഗുരുവായൂരേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലാക്ക് ചുരിദാറായിരുന്നു മേടിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചൊന്ന് ഡിസൈൻ ചെയ്യാം. കാരണം ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അങ്ങനെ വിചാരിച്ചൊന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഡിസൈൻ എനിക്ക് കൈ കിട്ടിയപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ടോപ്പ് വരുന്നത്. പഫ് സ്ലീവായിട്ട് പഫ് സ്ലീവ് വെച്ചതാട്ടോ. കാരണം മിക്ക നമ്മൾ കണ്ണൻ്റെ ഫോട്ടോസ്, രാധയുടെ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ പഫ് സ്ലീവ് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അതേപോലെ ഒരു ഓറഞ്ച് കളറിൽ പാൻറ്റ് വരുന്നുണ്ട്, ഓറഞ്ച് ഷാള്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് അവൾ ഡിസൈൻ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഞാൻ കരുതി ഡിസൈൻ ചെയ്യിക്കാമെന്ന് കരുതി. എല്ലാ പ്രാവശ്യവും വാങ്ങാറായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ഡിസൈൻ ചെയ്യിക്കാമെന്ന് കരുതി. കാരണം എനിക്ക് പഫ് സ്ലീവ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വാലൻറ്റൈൻസ് ഡേക്കും സെയിം കളറ് വേറൊരു ഗ്രീൻ കളർ ഇട്ടിട്ടായിട്ടോ ഞാൻ പോയത്. അതിൻ്റെ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ണനെ വിഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പം അതാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് കളക്ട് ചെയ്തിട്ടല്ലോ. കുറേ ദിവസമായി ഞാൻ മേടിച്ച് കൊടുത്തിട്ട്, മേടിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഇത് സംഭവം മേടിച്ചത് ഞാനല്ല, എൻ്റെ മൂത്ത സിസ്റ്ററാണ്. അവളും അവളുടെ കൂട്ടുകാരിയും മേടിച്ചതാണ് സംഭവം. അവൾ പുറത്ത് പോകുന്ന സമയത്ത് അവളെ ഏൽപ്പിക്കാറാണ്. അവളിങ്ങോട്ട് എത്തിച്ചെന്ന് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പം അവളാണ് ഇവിടെ അടുത്തുനിന്ന് എനിക്ക് എന്ത് ഡിസൈൻ കാര്യങ്ങളും ചെയ്തു തരുന്ന അവളാണ്. അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററുടെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ ഈ പട്ടുപാവാടയും കുപ്പായൊക്കെ കൊടുക്കുന്നത് ഒക്കെ വിനീത എന്നാ പേര്, അവൾ ചെയ്തു തരുന്നതാണ്. പഫ് സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഭയങ്കര രസമാണ് അത് കാണാൻ തന്നെ കേട്ടോ. അപ്പം അങ്ങനെയാണ് അതൊക്കെ വാങ്ങി കളക്ട് ചെയ്തു. ജസ്റ്റ് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ വരയ്ക്കാനിരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളോട് ഒന്ന് കുശലാന്വേഷണം പറഞ്ഞിട്ട് പോയേക്കാമെന്ന് കരുതി. അപ്പം അരുണുണ്ടായിരുന്നു വീട്ടിൽ. അവന് ചായയും കുടിച്ച് പോയി. അവന് സ്റ്റേ ഡ്യൂട്ടിയാണ്. അപ്പോൾ രാവിലെ അവന് എനിക്ക് ചായയൊക്കെ മേടിച്ച് തന്നു. ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കുക്ക് ചെയ്തിട്ട് കുറച്ച് കാലമായി. അപ്പം ഒന്നാമത് എനിക്ക് സ്മെല്ല് പിടിക്കുന്നില്ല. സ്മെല്ല് പിടിക്കാത്തതെന്ന് വെച്ചാൽ മൈഗ്രൈൻ്റെ ഒരു വേഷൻ എന്തോ മാറിയതാണല്ലേ. അപ്പോൾ അതാണ്. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കും. അപ്പം കുറച്ചൊരു തിരക്ക് കൂടുതലും. കാരണം കുറച്ച് വർക്ക് പെൻഡിങ്ങിലുണ്ട്. കാരണം കുടുംബത്തിൽ മരണവും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് വരയ്ക്കാനും കുറച്ച് മടി കാണിച്ചെന്നല്ല, മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായിട്ട്. ഞങ്ങൾക്ക് പിന്നെ ഈ പോലെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി അങ്ങനെ വരുമോയെന്നും എനിക്കറിയില്ല. ഇനി എൻ്റെ സിസ്റ്ററുടെ കസിനാണ് മരിച്ചത്. അപ്പം അതെനിക്ക് അറിയത്തില്ല കേട്ടോ. എൻ്റെ വരനെ അത് ബാധിക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ലേ. അപ്പോൾ ചിലരും ഇപ്പോൾ ചോദിക്കണം, ഈ പോലെ അല്ലേ, നിങ്ങൾക്ക് വരയ്ക്കാൻ പാടുണ്ടോ? നമുക്ക് അങ്ങനത്തെ ആചാരങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മരിച്ചു പോയാൽ സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. മരിച്ചാൽ ഇവിടെ കൊയിലാണ്ടി ഭാഗത്തേക്ക് കേട്ടോ
മരിച്ചാൽ പായസമൊക്കെ വെക്കും. പായസം എൻ്റെ വീട്ടിൽ അവിടേക്കും വെക്കും. പക്ഷെ മരിച്ച് ഇവിടുന്ന് നമ്മുടെ മൃതശരീരം എടുത്തു കഴിഞ്ഞാൽ ഈ കൊയിലാണ്ടി ഭാഗത്തേക്ക് ബിരിയാണിയൊക്കെ വിളമ്പും. എന്താ വെച്ചാൽ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. മേ ബി എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എൻ്റെ വീട്ടിലും ഇവിടെയൊക്കെ ഡെയിലി പായസം ഉണ്ടാവും, ഒരു മധുരം കൊടുക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നമുക്ക് സന്തോഷമാണ് വേണ്ടതെന്നാണ് പറയുക. കുട്ടി ജനിച്ചാൽ കരയുകയും മരിച്ചാൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കേൾക്കാറുണ്ട്. ഇത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇനി അതിൻ്റെ പേരിൽ തന്നെ ആരും പൊങ്കാലയിടാൻ വരണ്ട. പേടിയാണ് ഗൈസ് ഓരോന്ന് പറയാൻ. കാരണം നമ്മൾ നമ്മുടെ അഭിപ്രായമായിരിക്കും പറയാം. അതിൽ കോലിട്ടിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ 14-ാം തീയതി ഗുരുവായൂരപ്പ് കാണാൻ. കഴിഞ്ഞ മാസം ഞാൻ 18-ാം തീയതി ആയിരുന്നു പോയത്. 18-ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം കണ്ണനെ പോയി കണ്ടു. അന്നല്ലാതെ വേറെ എന്ന് കാണാനാ ആ ഒരു ജനുവരിയിൽ. അപ്പോൾ ഈ ഒരു മാസം വാലൻറ്റൈൻസ് ഡേക്കാണ് കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടോ എന്ന് നോക്കും മാസത്തിൽ. അപ്പോൾ സ്പെഷ്യൽ ഡേയ്സ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേ എനിക്കും അവനും അരുണും അല്ലെ കൂടെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും ഫ്രീ ഉള്ള ഒരു ദിവസം നോക്കിയിട്ട് പോവും. എന്തായാലും മാസത്തിലൊരു ദിവസം ആശാനെ പോയി കണ്ട ആ ഒരു സന്തോഷമാണ്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഗുരുവായൂരേക്ക് പോവുക എന്ന് പറയുന്നത് പല പല തടസ്സങ്ങളും ഉണ്ടാവുകയെ. പക്ഷേ ഈ തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് അവിടെ എത്തിപ്പെട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഉണ്ട് പൊന്നോ, നെഞ്ചത്തുനിന്നൊരു പിടച്ചിലുണ്ട്. പോരാൻ തോന്നൂല, വല്ലാത്തൊരു ഫീലാണത്. അയ്യോ കുറച്ചുകൂടി നിൽക്കട്ടെ. എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അറിയില്ല ഇനി എനിക്ക് മാത്രം തോന്നുന്നതാണ്. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ ഗുരുവായൂർ രാത്രി 12 മണിക്ക് ശേഷം ആരും ഇല്ലാത്തപ്പോൾ അവിടെ നടയിൽ പോയിട്ട് ഇങ്ങനെ കണ്ണനോട് കുശലം പറഞ്ഞിരിക്കുക. അത് ഭയങ്കര ഒരു ഫീലാട്ടോ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കണ്ടേ. വല്ലാത്തൊരു ഇതായിരിക്കും, ശാന്തമായ അന്തരീക്ഷം. മറ്റേ ബഹളങ്ങളായിരിക്കുമല്ലോ, മറ്റേ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതും ഓരോരുത്തർ സംസാരിക്കുന്നതും ഒക്കെ ബഹളങ്ങളായിരിക്കുമല്ലോ. ഈ ബഹളങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി നല്ല ശാന്തമായിട്ട് അവിടെ ഇരുന്ന് കണ്ണനോട് കുശലം പറയാൻ എന്തൊരു സന്തോഷമാണെന്നറിയോ. അതാരെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ലേ, ഒന്ന് ചെയ്ത് നോക്കണം. 12 മണിക്ക് ശേഷം നടയിലൊന്ന് പോയി നിന്ന് നോക്കണം. ഭയങ്കര പോസിറ്റീവ് വൈബാണ് അവിടെ. നമ്മളൊക്കെ വേറൊരു കാര്യം പറയുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. പണ്ട് ഉള്ളവർ പറയുന്ന കേൾക്കാം, അർദ്ധരാത്രി പുറത്തിറങ്ങരുത്, ചെകുത്താന്മാരുണ്ടാവും എന്ന് പറയുന്നത് കേൾക്കാറുണ്ടോ? അപ്പോൾ ഇതിന് വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ദൈവങ്ങൾ ഉണർന്നിരിക്കുന്നു പറയാറുണ്ട്. ആ ഒരു സമയത്താണ് ഈ അർദ്ധരാത്രിയൊക്കെ നമ്മൾ ആത്മാക്കളെയൊക്കെ കാണുന്നതെന്ന് പറയും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം കിട്ടുന്നൊരു സമയം എന്ന് വെച്ചാൽ അർദ്ധരാത്രിയാണ്. കാരണം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുണർന്നിരിക്കുന്നതാണ് പറയാറ്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. ഇനി പ്യാലക്കലമ്മച്ചിനെ പോലുള്ള ആൾക്കാർ ജസ്റ്റിനെ മദ്രസ നിന്ന് പഠിപ്പിച്ചതാണെന്നും പറഞ്ഞ് ഞാൻ എടുത്തിടാൻ നിൽക്കണ്ട. ആ തള്ളച്ചി എന്നെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണ് ഗൈസ്. എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്നല്ല, ആ തള്ളച്ചിക്ക് എന്തോ മെൻ്റലി പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത് എൻ്റെ മേത്താണെന്നേ ഉള്ളൂ. അത് അതിൻ്റെ മതത്തിലൊന്നും അല്ലാതായിപ്പോയി, അതിന് പബ്ലിസിറ്റി ആയിട്ടില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതൊക്കെയാണ് അത് തീർക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് മാനസിക ഇഷ്യൂസ് ഉള്ള പോലെ നമ്മൾ കുറച്ച് അകറ്റി നിർത്തുക എന്നുള്ളത് നമ്മളും അവരും തമ്മിൽ ഒരു ഈക്വലായി പോകുമല്ലോ. അപ്പോൾ നമ്മളും അവരും ഒരേപോലെ ആയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ആ സ്ത്രീക്ക് എങ്ങനെയാണ്, ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് കണ്ണൂരിൻ്റെ വയ്യൊക്കെ ഒളിച്ചോടിയെന്നൊക്കെ അത് എന്നോട് ഒരാൾ പറഞ്ഞു തന്നു കേട്ടോ. മാനസിക ഇഷ്യൂസൊക്കെ ആ പെണ്ണുങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ്, അതും ഒരു പക്ഷേ മേ ബി ശരിയായിരിക്കാം. കാരണം എന്താ വെച്ചാൽ 13 വയസ്സൊക്കെ ആയ ഒരു കുഞ്ഞിനെ കെട്ടിച്ചൊരു അമ്മ പോകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കഴപ്പ് എന്ന് പറയുന്നതിനെക്കാട്ടിലും അപ്പുറം ആ സ്ത്രീക്ക് മാനസിക ഇഷ്യൂസ് ഉണ്ടാവും. അത് സെക്ഷലി കിട്ടാത്ത വൈകല്യങ്ങളാണ് ആ സ്ത്രീക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അത് പറയാം, നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ പെരുമാറണം എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സ്ത്രീയെ അങ്ങ് വെറുതെ വിട്ടേച്ചു. കാരണം മെൻ്റലി ഇഷ്യൂസൊക്കെ ആർക്കും വരാം. അപ്പോൾ അങ്ങനെ വന്ന ഒരു വ്യക്തിനെ പിന്നെയും നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ട് ആക്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രസ്ട്രേഷന് മറ്റേ എല്ലാ ഭാഗത്തു നിന്നും ഉള്ളത് കൊണ്ട് ആ സ്ത്രീ എന്നെ ഒരു വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, നമുക്ക് 1000 ജീവിതമൊന്നുമില്ലല്ലോ, ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ നമ്മളൊക്കെ ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചാൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലാതെ
വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആവേണ്ടത്? നാളെ ആ സ്ത്രീ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നാളെ ആ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവില്ല നമുക്ക് എന്ന്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവുക ഗൈസ്? ആരും ഉണ്ടാവില്ല. ഈ പറയുന്ന നമുക്ക് സ്വന്തമെന്ന് പറയാവുന്ന രണ്ടേ രണ്ട് ആൾക്കാർ മാത്രമേ ഈ ലോകത്ത് നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള, ഒന്ന് നമ്മുടെ മാതാപിതാക്കൾ, അത് അറിയോ, അത് എങ്ങനെ നോക്കിയാലും അവർ നമ്മൾ ഒഴിവാക്കൂല. പിന്നെ ഒന്ന് ദൈവം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ നടയിൽ പോയിട്ടോ അല്ലെ വേണ്ട ഏതൊരു അമ്പലത്തിൻ്റെ മുമ്പിലോ അല്ലെ ഏതൊരു മതവിശ്വാസിയോ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും ദൈവത്തിനെ. എൻ്റെ കണ്ണാന്നല്ലേ നടയിൽ പോയിട്ട് എല്ലാവരും വിളിക്കാറ്, എന്നാലോ അവിടെ വരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ എൻ്റെ കണ്ണാന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റേത് മാത്രമാണെന്ന്, മറ്റുള്ളവർ വിളിക്കുമ്പോൾ അവർ വിചാരിക്കും അവരുടേതും മാത്രമാണെന്ന്. അതാണ് കണ്ണൻ്റെയും അല്ലെ ദൈവങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ പടച്ചോനെന്ന് വിളിക്കും, ഞാൻ വിളിക്കും പോലെ തന്നെ ആയിരിക്കും എൻ്റെ തൊട്ട അയൽവക്കക്കാരനും വിളിക്കുക. പക്ഷേ ഞാനും അവനും വിചാരിക്കുന്നത് എൻ്റേത് മാത്രമാണ് അല്ലെ അവൻ്റേത് മാത്രമാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ് ദൈവങ്ങളും ഈ പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളും. അപ്പം മാതാപിതാക്കളെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുമ്പോൾ മാതാപിതാക്കൾ തന്നെ കുഞ്ഞുങ്ങളെ ഒഴിവാക്കി പോകുന്നൊരു സാഹചര്യം വരുമ്പോൾ അവർ പിന്നെ നാളെ നോക്കുന്നു പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അത് സത്യാവസ്ഥയായിട്ടുള്ള കാര്യം. സ്ത്രീ പറഞ്ഞത് ശരിയാണ്, 100 ജീവിതമൊന്നുമില്ല, ഒരു ജീവിതമേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് വെറുതെയാണ് മോളെ. അത് ആ സ്ത്രീക്ക് ഞാൻ പറഞ്ഞില്ലേ മാനസിക വൈകല്യം ഉള്ളത് കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചില സമയത്ത് എനിക്ക് ഉറക്കൊഴിയുമ്പോഴൊക്കെ മൈഗ്രെയിൻ വന്ന് ഛർദിയൊക്കെ വന്ന് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആവുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞൊക്കെ വരയ്ക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഞാൻ ചിന്തിക്കും എനിക്ക് 2 മക്കളുണ്ട്, അവരുടെ ഭാവി, അവർ നാളെ സന്തോഷകരമായിട്ട് ജീവിക്കണം. അപ്പം ഞാൻ കുറച്ച് ഛർദിക്കുന്നതിനോ ഞാനൊരു ഇഞ്ചക്ഷൻ ചെയ്യുന്നതിനോ എന്ത് പ്രശ്നം എന്നുള്ളൊരു അത് നമ്മൾ ഡെലിവറി പെയിൻ കിട്ടുമ്പോൾ പല സ്ത്രീകളും പറയുന്നൊരു സംഭവമാണ്. ഞാനും ഡെലിവറി പെയിൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ, അനുഭവിച്ചിട്ടേ ഉള്ളൂ. കാരണം എനിക്ക് സിസേറിയനായിരുന്നു. അപ്പോൾ പല സ്ത്രീകളും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഈ ഡെലിവറി പെയിൻ വല്ലാത്ത പെയിൻഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, സ്ത്രീകൾക്കൊക്കെ ഒരുവിധം വിവാഹം കഴിഞ്ഞവർക്കൊക്കെ കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ അറിയാവുന്നൊരു സംഭവമായിരിക്കും. പക്ഷേ ഈ ഡെലിവറി പെയിനൊക്കെ കഴിഞ്ഞ് കുട്ടീനെ കയ്യിൽ കിട്ടുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഈ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റായിട്ടല്ലേ നമുക്ക് തോന്നുക. അപ്പോൾ അത്രയും നേരം അനുഭവിച്ച വേദനയൊക്കെ വെറുതെ ഒരു നിസ്സാരമായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഷൂ എന്ന് പറഞ്ഞിട്ട് പോകും ഇല്ലേ? അതാണ് അത്രയും പവറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ ചിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടുമ്പോൾ എന്തല്ലേ, ഇപ്പം ഭർത്താവ് മോശക്കാരനായിരിക്കാം, പക്ഷെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മക്കൾക്ക് ആരും ഇല്ലാതായിപ്പോയി, അമ്മയില്ല അച്ഛനുമില്ല, അച്ഛൻ ചിലപ്പം വേറെ കെട്ടിയിട്ടുണ്ടാവും, അമ്മയും അമ്മയുടെ കയപ്പ് നോക്കി വേറെ കെട്ടിപ്പോയി. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയോ അത് ചിന്തിക്കുന്നില്ല. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് എല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു സംഭവമല്ല. ഈ സ്ത്രീനെ പോലുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല കേട്ടോ. പക്ഷേ ഞാനൊക്കെ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല വരച്ചിട്ട് ഞാൻ ഉറക്കൊഴിയുന്ന ഒരാളാണ്. എനിക്ക് ഉറക്കൊഴിഞ്ഞാൽ അപ്പം മൈഗ്രെയിൻ വരും. ഞാൻ മൈഗ്രെയിൻ്റെ ഗുളിക കുടിച്ചിട്ടാണ് സ്ത്രീ പറഞ്ഞത് കണ്ണനെ വല്ലാണ്ട് പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞ്. കാരണം മൈഗ്രെയിൻ എന്ന് പറയുന്നത് ആർക്കും വരാവുന്നൊരു സംഭവമാണ്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയാൽ സ്പോട്ടിൽ ഏതൊരു വ്യക്തിക്കും വരുന്നൊരു സംഭവമാണ്. എൻ്റെ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഉറക്കൊഴിയുന്നത് കൊണ്ടും ഒന്ന് ഭക്ഷണം റെഗുലർ അല്ലാത്തതുകൊണ്ടും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതെന്നുള്ള ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇത് 2ഉം റെഗുലറാക്കിയാൽ എൻ്റെ അസുഖം മാറിയും ചെയ്യും. പക്ഷേ എൻ്റെ സാഹചര്യം എനിക്കതിന് പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പം മകനെ ഓർക്കും, മകളെ ഓർക്കും, അല്ലെ അവർക്ക് മാസം അല്ലെ അവരുടെ പിറന്നാൾക്ക് വാങ്ങിക്കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ഞാൻ എൻ്റെ മകൾക്കൊരു മാല വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമായി എന്നറിയോ? കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ ആയാലും കണ്ണൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ പൈസ ആയാലും നമുക്കൊരു പിന്നെ ഏണിങ്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുമ്പം അതിനെക്കാട്ടും വലിയ സന്തോഷം. ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരെ മന്ത്ലി ഒരു ടൂർ കൊണ്ടുപോവുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ സമ്പാദിക്കുന്നത്. അപ്പോൾ ഞാൻ മോനോടൊപ്പം പറഞ്ഞു എടുക്കും. ചിലപ്പം ഞാൻ എനിക്ക് എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാനൊരു പ്രൗഡ് മദറാണ്. അതെന്താ വെച്ചാൽ എൻ്റെ മകന്
മകൻ എന്ന് പറയുന്നൊരു സംഭവത്തെ ഞാൻ പലപ്പോഴും കളിയാക്കാറുണ്ട്, അവനാ ഇവിടുത്തെ ഉമ്മ എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ചില ദിവസങ്ങളിൽ ഉള്ളത് പറയുന്നുണ്ടോ ഗൈസ്, ചില ദിവസങ്ങളിൽ നേരം വെളുക്കുള്ളിരുന്ന് പെയിൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവനറിയാം ഞാൻ ചിലപ്പോൾ രാവിലെ നേരം വെളുക്കാൻ സമയത്താണ് കിടക്കുന്നതെന്നറിയാം. അപ്പോൾ ഇവൻ എഴുന്നേറ്റ് എന്നെ വിളിക്കൂല. അപ്പോൾ അവൻ തന്നെ എഴുന്നേറ്റ് മോളെ വിളിച്ചുകൊടുത്തി, മോളെ കുളിപ്പിച്ച്, എന്ന് വെച്ചാൽ മോള് തന്നെ കുളിക്കട്ടോ. കുളിച്ച് കഴിയുമ്പോഴേക്കും മോൾക്ക് ചായ എടുത്ത് വെക്കും. കാരണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനം ഞാൻ റെഡിയാക്കി വെച്ചിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ചായ ഓനെടുത്ത് കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ സ്കൂൾ വിട്ട് വന്നാൽ അവൻ വരുന്ന സമയത്തും എൻ്റെ 2 കൈ നിറയെ പെയിൻ്റ് ആയിരിക്കും. ഇത് ഇന്നലെ രാത്രി തൊട്ടിട്ട് ഞാൻ വരച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ആ ഫ്രഷ് കൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ കൈ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കാണുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് വരാൻ നിർത്തിയതാണ്, അല്ല രാവിലെ പുലർച്ചയ്ക്ക് വരാൻ നിർത്തിയതാണ്, ഉച്ചയ്ക്ക് നയിപ്പ്. അപ്പോൾ പുലർച്ചയ്ക്ക് വരാൻ നിർത്തിയതിന് ശേഷം പിന്നെ കുളിച്ച് താമരശ്ശേരിയൊക്കെ പോയി തിരിച്ച് വന്നേരം കുളിച്ച് അതുമ്പോഴൊക്കെ ഒരുവിധം പെയിൻറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എൻ്റെ കൈ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അവൻ വരുന്ന സമയത്ത് എൻ്റെ 2 കൈ നിറയെ പെയിൻ്റായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യം അവൻ വന്ന് കുളിച്ചിട്ട് വേഗം വന്ന് ചോദിക്കും, ഉമ്മ ചായ ഇട്ട് തരട്ടെ എന്ന് ചോദിക്കും. ചിലപ്പോൾ ഞാൻ കുടിക്കും കേട്ടോ, എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ചായ പറ്റില്ല. പക്ഷേ കട്ടൻ ചായയൊക്കെ എനിക്ക് ഇടയ്ക്ക് കുടിക്കാൻ പറ്റും. മൂടുണ്ടെങ്കിൽ എനിക്ക് കുടിക്കാൻ പറ്റും, പക്ഷേ താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഒരു സാധനവും പറ്റത്തില്ല കേട്ടോ. എന്നിട്ട് അവൻ എനിക്ക് ചായ ഇട്ട് തരും. നമ്മളൊക്കെ അമ്മമാർ തല തിരിച്ചായിരിക്കും, കുഞ്ഞുങ്ങൾ വരുന്നോന്ന് നോക്കി നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ ചായ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ മക്കളാണ് ചായ ഇട്ട് തരാറ്. കാരണം അവർക്കറിയാം അത്രത്തോളം ഇരുന്ന് ഞാൻ. അപ്പോൾ മോനത് വേഗം ക്യാച്ച് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. അതേപോലെ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെ കാത്തുക്കും. DTTCയിലേക്ക് കുറച്ചൊന്ന് നടക്കാനുണ്ട് വണ്ടി ഇറങ്ങിയതിന് ശേഷം. അപ്പം ഞാൻ എന്താക്കും, ഇവനെ കാത്തു നിൽക്കും, എന്നാൽ ഇവനെ കൊണ്ട് കൊടുക്കില്ല. അപ്പോൾ ഇവന് ചില സമയത്ത് വേഗം വരും. ഒരു ദിവസം എന്നോട് ചോദിച്ചു, അല്ലമ്മ കൊറിയറൊന്നും ചെയ്യാനില്ലേ മോനെ, നാളെ ചെയ്യാമെന്നാണ്. ഓ പിന്നെ എന്തിനാ മഞ്ഞ് ഇത്രയും സ്പീഡിൽ നടത്തിച്ചതെന്ന് ചോദിച്ചു. കാരണം അവന് സ്കൂളിലിട്ടിട്ട് വേഗം നടന്നിട്ട് വരും, കാരണം ഉമ്മക്ക് ഫോട്ടോ കൊറിയർ ചെയ്യാനുണ്ടല്ലോ. അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ മൂത്ത സഹോദരിയുടെ 2ാമത്തെ മകനെ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അവനെ കണ്ടു പഠിക്കുക ഞാൻ എപ്പോഴും എൻ്റെ മകനോട് പറയും. കാരണം അവനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവന് പഠിക്കാനുള്ള അവൻ്റെ അന്നത്തെ ചിലവിന് അവൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. അവൻ്റെ തന്നെ വാപ്പയുടെ അനിയൻ്റെ കൂടെ ആണെങ്കിൽ പോലും അവൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് എന്നതിന് ശേഷം ഈ പറഞ്ഞതോണം അതിൽ നിന്ന് കിട്ടുന്ന പൈസ, പിന്നെ ആഴ്ചക്ക് എന്ന് പറഞ്ഞാൽ അതിന് എന്നെ വിളിക്കും കേട്ടോ. പൈസക്ക് 50 രൂപയെ ചോദിക്കുള്ളൂ. 2 ദിവസമൊക്കെ കൂടുമ്പോൾ വിളിക്കും, ജസ്റ്റ് ഒരു 50 റുപ്യ തരുമോ എന്ന് ചോദിച്ചു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ കഴിയുന്നതും അവൻ തന്നെ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവനും ചിലവഴിക്കും. അവനിടുന്ന ഷൂ എന്നൊക്കെ പറയുന്നത് 3000, 4000, 6000 രൂപയുടെയൊക്കെ ഷൂ ആണ് അവനിടുന്നത്. പക്ഷെ അതൊന്നും അവൻ്റെ പാരൻസ് വാങ്ങിക്കൊടുക്കുന്നതല്ല, അവൻ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവന് കമ്പനിക്കാരെല്ലാവരും കൂടിയും പെരുന്നാളാണോ കല്യാണമൊക്കെ വരുന്ന സമയത്ത് അവർ തന്നെ ഒരു ലിസ്റ്റ് ഇടും ഏത് ബ്രാൻഡ് വേണം എന്നുള്ളത്. എന്നിട്ട് അതിന് അവർ മെനക്കെട്ട് പണിക്ക് പോവും. ഈ എമ്മി ഉണ്ടല്ലോ നമ്മുടെ ബ്രാൻഡ്, മറ്റേത് ബ്രോസ്റ്റഡ്, എമ്മിയിലൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്യും. എന്ന് വെച്ചാൽ ക്ലാസ് വിട്ട് വന്ന് 4 മണിക്കെങ്ങാണ്ട് കയറിയാൽ 11 മണി വരെ അവിടെ പണി ചെയ്താൽ 350 രൂപ 400 രൂപ എങ്ങാൻ കിട്ടും. അങ്ങനെയാണ് പിറ്റേത്ത് ഓന് ക്ലാസ് പോകുന്ന സമയത്ത് ഇവന് പൈസ ലാവിഷടിക്കുന്നത്. അപ്പം ഞാൻ മോനോട് പറയാറുണ്ട്, നീ അവനെ കണ്ട് പഠിക്കണം കേട്ടോ. എനിക്കത് ഓന് ഭയങ്കര കാര്യമാണ്. എന്താ വെച്ചാൽ ഞാൻ അത്രത്തോളം അവനെ ബഹുമാനിക്കുന്നുണ്ട്. കാരണം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഓനൊന്നും അങ്ങനെ ജോലിക്ക് പോകേണ്ട ഒരാളേ അല്ല. കാരണം അളിയൻ VS ആണ് KSRTCയിലെ. അപ്പോൾ ഒരു വാപ്പാക്ക് ഗവൺമെൻറ് ഉദ്യോഗമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മക്കൾ ചിന്തിക്കില്ല, അവൻ എന്തിനു പോവുകയാണ്, എൻ്റെ വാപ്പല്ലേ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ. ആ ചിന്താഗതി കാണിക്കാതെ സ്വയം സമ്പാദിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരെ മറിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ജോലിക്ക് പോകാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാരൊക്കെ അവർക്ക് ബിസിനസ്, ഇവരൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വാപ്പ എന്ന് പറയുന്നത് മലേഷ്യയിലെ സിറ്റിസൺ ആയിരുന്നു, ഇന്ത്യൻ സിറ്റിസൺ അല്ല. എൻ്റെ അമ്മയപ്പൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ അല്ല, മലേഷ്യൻ സിറ്റിസൺ ആയിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ വാപ്പ എന്ന് പറയുന്നത് മന്ത്ലി ഇവർക്ക് ചെക്ക് സൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക ചെയ്യുക, എന്നിട്ട് തുക മക്കളാണ് എഴുതാറ്. അപ്പം അങ്ങനെയാണ് അവർ വളർന്നു വന്നത്.
അപ്പോൾ ഇവരുടെ ഫാമിലി എന്ന് വെച്ചാൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നുകൊണ്ട് തന്നെ ഹസ്ബൻഡിനൊക്കെ എന്ന് വെച്ചാൽ ജോലിക്കൊക്കെ പോകൽ വളരെ കുറവായിരുന്നു. ഇപ്പം ഞങ്ങളൊരു ഫാമിലി എന്നായി നിൽക്കുന്ന സമയത്താണ് ഹസ്ബൻഡൊക്കെ പോകൽ തുടങ്ങി. അല്ലാതെ പറഞ്ഞോണം കുടുംബപരമായിട്ട് തന്നെ കുറച്ച് സ്വത്തുക്കൾക്കുള്ള ഒരു ആൾക്കാരാണ് അവർ. അപ്പോൾ അവർക്ക് അത് പോകണ്ടാന്ന്. അപ്പോൾ ഞാൻ പറയും, മോനെ പപ്പയുടെ ഫാമിലി കണ്ടു പഠിക്കരുത്, നീ സിനുക്കാക്കനെ കണ്ടു പഠിക്കണം കേട്ടോ എന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ അത്രത്തോളം മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആകുമ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ശാരീരിക സുഖമൊക്കെ വേണ്ടാന്ന് വെക്കണം എന്ന് ആ സ്ത്രീയോട് ഒരു അനിയത്തി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ആ സ്ത്രീ നെഗറ്റീവായിട്ടേ എടുക്കുള്ളൂ കേട്ടോ. എനിക്ക് ആ സ്ത്രീ മാത്രമല്ല, വേറൊരു പുള്ള ചേച്ചിയും വേറെ 2, 3, 4, 5 സ്ത്രീകൾ ഒരുമിച്ചായിരുന്നു എന്നെ ആക്രമിക്കാൻ വന്നത്. പക്ഷെ എല്ലാവരും നിർത്തിപ്പോയി. ഈ സ്ത്രീക്ക് നിർത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് എന്നോട് പറഞ്ഞ ആ സ്ത്രീക്ക് ഫ്രസ്ട്രേഷൻ ഉള്ള ഒരു സ്ത്രീയാണ്, സെക്ഷലി മാനസിക വൈകല്യമുള്ളൊരു സ്ത്രീയാണെന്ന്. അതും ശരിയാണ്. 10-40 വയസ്സാവുന്ന സമയത്ത് ഒരു വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ നമുക്ക് കുടുംബം പോറ്റണം എന്നുള്ളതാണെങ്കിൽ ജോലിക്ക് പോയാൽ പോരെ. ആ സ്ത്രീക്ക് വേണമെങ്കിൽ ആ സ്ത്രീയുടെ മാതൃകയാക്കിയിട്ട് അവളൊരു അമ്മേനെ എടുക്കാം. അമ്മ ആ സ്ത്രീക്ക് 6 വയസ്സുള്ള സമയത്തെങ്ങാണ്ടും അച്ഛൻ ചത്തു പോയിട്ടുണ്ടാവില്ല, 6 വയസ്സായ സമയത്തെങ്ങാണ്ടും. അന്ന് തൊട്ടിട്ട് ആ സ്ത്രീ സിംഗിൾ പാരൻ്റ് ആയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കിയത്. അതൊരു മാതൃകയാക്കിയിട്ട് എടുത്തോടെ. പക്ഷേ അതൊന്നുമല്ല സംഭവം. സെക്ഷലി ഉള്ള ഫ്രസ്ട്രേഷനാണ് ഈ സ്ത്രീനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണം. അപ്പോൾ മേ ബി എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ആ സ്ത്രീയുടെ വിഷയം വിട്ടു എന്നുള്ളത് നിങ്ങളോട് പറയാം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇവിടുത്തെ BJPൻ്റെ കുറച്ച് മുതിർന്ന ഒരു നേതാവ് തന്നെയായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മനുഷ്യൻ. അപ്പം എന്നോട് പറഞ്ഞു, ആ സ്ത്രീ അങ്ങനെയാണ്, പാർട്ടിയിൽ നിന്നൊക്കെ ഒഴിവാക്കിയതാണ്, നീ വിട്ടേക്ക്, നിൻ്റെ വില കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുക എന്നല്ലാതെ വേറെ ഒരു നേട്ടവും നിനക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. അതും ഞാൻ ചിന്തിച്ച സമയത്ത് ഓക്കെ, അത് പറഞ്ഞത് ശരിയാണ്. എൻ്റെ നിലവാരം കുറഞ്ഞു വരികയാണ്. കാരണം ആ സ്ത്രീനെ കളിയാക്കി ഞാൻ അങ്ങേ അറ്റത്ത് വരെ പോകുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്, എൻ്റെ നിലവാരം ഞാൻ കുറയ്ക്കുക എന്നല്ലാതെ ആ സ്ത്രീ നന്നാവുകയായിരുന്നു, മക്കൾക്ക് വേണ്ടിയിട്ട് നന്നാവുന്ന സ്ത്രീ അല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആക്ച്വലി ശരിയാണ്. ഞാനൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല ഉറക്കൊഴിയുന്നൊരു വിവരം. എൻ്റെ മകനോട് ഞാനിപ്പോൾ മകളോട് ചോദിക്കും. അത് അരുണിന് ഒരു R15 വണ്ടിയുണ്ട്, 2 വീലർ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ പിള്ളേരെയും കൊണ്ടുപോകും. കാരണം എൻ്റെ പിള്ളേർക്കെന്ന് വെച്ചാൽ ഈ പറഞ്ഞത് പോണം ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് ഈ അച്ഛന്മാരുടെ കൂടെ കറങ്ങുന്നത് വളരെ കുറവാണ്. 2 വർഷത്തിൽ 1 മാസമോ 2 മാസമൊക്കെയാണല്ലോ ഇതുങ്ങൾ ഫാദറിൻ്റെ കൂടെ ഒരു കറക്കം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പിള്ളേർ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇവിടെ കോതമംഗലം എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ഇവിടെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ എന്താക്കും, ഈവനിങ്ങിൽ പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് R15 എടുത്ത് പോവുമായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊരു സന്തോഷമല്ലേ, R15ൻ്റെ മുകളിലൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രൗഡായിരുന്നു മക്കൾക്ക്. അപ്പം മോളൊരിക്കൽ പറഞ്ഞ്, കണ്ണുപ്പൊടി പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു, മോളെ കാറ് നമുക്ക് എപ്പോഴും ഉണ്ടായിന്ന് വരില്ല. കാരണം അവളുടെ ഓർമ്മ വെച്ച കാലം തൊട്ടെന്ന് വെച്ചാൽ വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഓൾട്ടോ 800 ഉണ്ടായിരുന്നു. പലരും ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടെടുക്കുക എൻ്റെ ആദ്യത്തെ വണ്ടി ഷിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും എൻ്റെ ആദ്യത്തെ വണ്ടി ഷിഫ്റ്റല്ല. ഞാൻ ഓൾട്ടോ 800 ആയിരുന്നു ഫസ്റ്റ് ടൈം എടുത്തത്. ഇതിന് ശേഷം ഒരു ഇയോൺ എടുത്ത്, ഇതിന് ശേഷമാണ് ഈ ഒരു വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, നമുക്ക് എപ്പോഴും വണ്ടി ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇവിടെ എന്നിട്ട് ബസ്സിലൊക്കെ കയറ്റി ഇപ്പം ഞാൻ ശീലിപ്പിച്ച് കൊണ്ടുവരികയാണ്. പറയാൻ പറ്റില്ല, നമുക്കെപ്പോഴും വാഹനമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുന്നു, നമ്മളെപ്പോഴും റിച്ച് ആയിട്ടിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ഇത് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയി പോകാവുന്ന സംഭവമുള്ളൂ. അത് ആരായാലും, ഏതൊരു വലിയൊരു മനുഷ്യനായാലും, അത് ഇവൻ അംബാനിയാണെങ്കിൽ പോലും തകർന്നു വീഴാൻ നിസ്സാര സമയം മതി എന്നുള്ളത് ബോധം നമുക്ക് എപ്പോഴും മനസ്സിൽ വേണം. ഞാൻ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്തൊരു മനുഷ്യനായിരുന്നു നമ്മൾ അറ്റ്ലസ് രാമചന്ദ്രൻ ഉണ്ടോ, രാമചന്ദ്രൻ അങ്ങനെ. ആ ഒരു മനുഷ്യനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫ് എനിക്ക് ഒരുപാട് എന്താ പറയുക അനുഭവങ്ങൾ തന്നൊരു, കാരണം ഞാൻ ആദ്യമൊക്കെ ഗോൾഡ് എടുക്കുക അറ്റ്ലസിൽ പോയിട്ട് മാത്രമായിരുന്നു. അപ്പോൾ ഇയാളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഫാനായിരുന്നു ഞാൻ. പക്ഷെ അയാളുടെ ഒരു തിരിച്ചടി അയാളുടെ ലൈഫിനെ ബാധിച്ചത് എനിക്ക് നന്നായിട്ടറിയാം. അതന്ന് അറിയൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ആ ഒരു ഇതിലേ നിൽക്കലുള്ളൂ. നമ്മൾ ഏതൊരു മനുഷ്യനും ഏതൊരു നിമിഷവും 0 ആവാനും 100 ആവാനും ഒരു നിമിഷം മതി എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മളൊരു മനുഷ്യനെ
സീറോയിലേക്ക് എത്താനും 100ലേക്ക് എത്താനും ഒരു നിമിഷം മതി. സത്യം വോൾട്ടേജ് വരെ പോയി. അതെന്താ വെച്ചാൽ നമുക്കൊരു ലോട്ടറി അടിച്ചാൽ മതി നമ്മൾ 100 എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ 0 ആവാൻ ഒന്ന് വാഹനവും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ആക്സിഡൻ്റ് ആയി നമ്മൾ നടുവൊട്ടി കിടന്നാൽ മതി. അത്രമാത്രം മതി. അത് നമ്മളെപ്പോഴും ബോധോദയം മനസ്സിൽ വേണമെന്നേ ഉള്ളൂ. ആ ഒരു ചിന്താഗതി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെവിടെയും തളരില്ലടോ, നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പോകും. എനിവേ സംസാരിച്ച് 5 മിനിറ്റുള്ള 10 മിനിറ്റായി, 10 മിനിറ്റുള്ള 25 മിനിറ്റിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി. ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ തുടങ്ങിയതാണ്, പക്ഷേ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമസ്കാരം.